സ്നേഹിക്കുന്നയാൾ മുഖത്തു നോക്കി ചീത്ത വിളിച്ചാൽ ഹൃദയം എത്ര മോശമായിട്ടാണ് തകരുന്നത് എന്ന് കണ്ടിട്ടുണ്ടോ? ഇതേ ചീത്ത നിങ്ങൾ കൂട്ടുകാരിൽ നിന്ന് ദിവസം മുഴുവൻ കേൾക്കുന്നു. എന്തെങ്കിലും മാറ്റം തോന്നാറുണ്ടോ? ഇല്ല. കൂട്ടുകാർ ചീത്ത വിളിക്കാതെ ആയാൽ മാറ്റം തോന്നാൻ തുടങ്ങും. ഇന്നിത്ര സ്നേഹത്തോടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മാലാഖയായി കണ്ടിട്ടുള്ളവൾ നിങ്ങളുടെ മുഖത്തു നോക്കി ഉറക്കെ ചീത്ത വിളിച്ചാൽ ചില്ലുകൾ തകർന്ന് ചിതറിക്കിടക്കുന്നത് പോലെ തോന്നും. ചീലുകളായി തകർന്നൊരു സ്വപ്നം എന്നതുപോലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദുർബലരും എളുപ്പം തകർന്നു പോകുന്നവരുമായത്? കാരണം മനസ്സിൽ നിങ്ങളൊരു ചിത്രം വരച്ചു വെച്ചിരുന്നു. എന്റെ ജീവിതത്തിലേക്ക് വന്നവൾ ഒരു ദേവതയാണെന്ന്. ഇപ്പോൾ ദേവത ചീത്ത പറഞ്ഞു. അതും അത്തരത്തിലുള്ള ഒന്ന്. അയ്യോ. ഇപ്പോൾ നമ്മളൊരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ അവൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. അത് ജീവിതത്തിലെ ചില സംഭവങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. ആ മനുഷ്യന് അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു മനുഷ്യനെ കിട്ടുകയാണെങ്കിൽ അതൊരു പസിൽ യോജിപ്പിക്കുന്നത് പോലെ ആയിരിക്കും. 99% 98% എന്തെങ്കിലും സാമ്യം ഉണ്ടാകുമല്ലോ. രണ്ടു നദികളുടെ ചിത്രം ഒരേ നിമിഷം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവ ഒരേപോലെ തോന്നിയേക്കാം. ഉദാഹരണത്തിന് ഗംഗയും ഗോമതിയുമാണെന്ന് കരുതുക. ഗംഗയുടെ ഒരു പോയിന്റിൽ നിന്നും നിങ്ങൾ ഫോട്ടോ എടുത്തു. ഗോമതിയുടെ ഒരു ബിന്ദുവിൽ നിന്നും നിങ്ങൾ ഗോമതിയുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് നിങ്ങൾ പറയുന്നു 99% രണ്ടും ഒരേപോലെ തോന്നുന്നു എന്ന്. ശരി, 1 കിലോമീറ്റർ മുന്നോട്ട് പോകൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഗംഗ വേറെ രീതിയിലും ഗോമതി വേറെ രീതിയിലുമായിരിക്കും തോന്നുക. തീരങ്ങളെയും അണക്കെട്ടുകളെയും വിട്ടേക്കൂ. വെള്ളത്തിന്റെ നിറം പോലും മാറിയേക്കാം. അപ്പോൾ നിങ്ങൾ ഒരാളെ കൂടെ കൊണ്ടുവന്നാൽ ഈ നിമിഷത്തിൽ 99% സാമ്യമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചേർച്ചയോ കിട്ടിയേക്കാം. പക്ഷേ 1 മാസത്തിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യൻ ഒരു പ്രവാഹമാണ്. അവളും മാറും, നിങ്ങളും മാറും. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാറിക്കൊണ്ടേയിരിക്കണം. നദികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എവിടേക്കാണ് പോകുകയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ അവയുടെ അവസ്ഥ ദ്രാവകമാണ്. അതിനാൽ മനുഷ്യന്റെ അടിസ്ഥാന കാര്യങ്ങൾ യോജിച്ചു പോകുന്നതാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒരു സൂത്രവാക്യം മനസ്സിലാക്കുന്നു. ദ്രാവകമെന്നാൽ മുഴുവൻ വെള്ളമാണ്. നിങ്ങൾ എന്തിനാണ് ഒരൊറ്റ നദിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ദ്രാവകം എപ്പോഴും വെള്ളമാണ്. എന്തിനാണ് നിങ്ങൾ ഒരു നദിയോട് മാത്രം ഭ്രമം കാണിക്കുന്നത്? നിങ്ങൾ ചെയ്തോളൂ, പരീക്ഷിച്ചോളൂ. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ഞാനും വെറുതെ പറയുന്നതല്ല. അടികിട്ടാതെ നമുക്ക് സമാധാനം കിട്ടില്ലല്ലോ. എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും, ശരിയല്ലേ?